ഗോസസിൽ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമുക്കറിയാം, നമ്മളൊരു പോയിന്റ് ചാർജിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ പോയിന്റ് ചാർജ് ഒരു പ്ലസ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ചാർജ് ആണെങ്കിൽ ആ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പ്ലസ് ക്യൂ ചാർജ് ആയതുകൊണ്ട് നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ റേഡിയലി ഔട്ട്വേർഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് ഒരു ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ സ്പേസിൽ എവിടെയെങ്കിലും ഈ ചാർജിന് നിയറസ്റ്റ് ആയിട്ട് സ്പേസിൽ എവിടെയെങ്കിലും ഒരു ചെറിയ സർഫസ് എലമെൻറ്റ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു ഡെൽറ്റ എസ് എന്ന് പറയുന്ന സ്മോൾ സർഫസ് എലമെൻറ്റിനെ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ആൻഡ് ഈ സ്മോൾ സർഫസ് എലമെൻറ്റിലൂടെ പാസ് ചെയ്തു പോകുന്ന നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് ഫ്ലക്സിനെ സാധാരണ നമ്മൾ ഫൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. ഇവിടെ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞൊരു സ്മോൾ സർഫസ് എലമെൻറ്റിലുള്ള ഇലക്ട്രിക് ഫ്ലക്സിനെയാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ ഡെൽറ്റ ഫൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്ന ചാർജിൻ്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ക്യൂ എന്ന് പറയുന്ന ചാർജ് കൂടുതലാണെങ്കിൽ കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഈ ഒരു സർഫസ് എലമെൻറ്റിലൂടെ പാസ് ചെയ്തു പോകും. അതായത് എന്താണ്, ചാർജ് കൂടുതലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ് ത്രൂ ദ സർഫസ് ഏരിയ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് ഏരിയ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴും, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഡെൽറ്റ എസ് എന്ന് പറയുന്ന സർഫസ് ഏരിയ കുറച്ചുകൂടി വലിയൊരു സർഫസ് ഏരിയ ആക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, ആ സർഫസ് ഏരിയയിലൂടെ പാസ് ചെയ്തു പോകുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കൂടുതലാകും. സോ നമുക്ക് എഴുതാം, ഡെൽറ്റ ഫൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എസ്. സോ ഈ രണ്ട് ഇക്വേഷൻസിനെയും, ഇക്വേഷൻ നമ്പർ 1നെയും ഇക്വേഷൻ നമ്പർ 2നെയും കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരു സിംഗിൾ എക്സ്പ്രഷൻ ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡെൽറ്റ എസ്. ബട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഈ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ഈ സർഫസ് എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, എപ്പോഴും നമ്മൾ ഈ സർഫസിനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്യണം എന്നില്ല. ഇനി പെർപെൻഡിക്കുലർ അല്ലാതെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ സർഫസ് എലമെൻറ്റിൻ്റെ നോർമലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും തമ്മിലൊരു ആംഗിൾ ഉണ്ടാകും. സേ ഇഫ് ദറ്റ് ആംഗിൾ ഈസ് തീറ്റ, ദെൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ ഡെൽറ്റ എസ് കോസ് തീറ്റ എന്ന് വരും. തീറ്റ എന്താണ്, സർഫസിൻ്റെ നോർമലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. സോ ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡെൽറ്റ എസ് കോസ് തീറ്റ. ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ ഡെൽറ്റ ഫൈ എന്ന് പറയുന്നൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇതൊരു സ്കെയിലാർ പ്രൊഡക്റ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇ ഡോട്ട് ഡെൽറ്റ എസ്. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ ഡെൽറ്റ ഫൈ എന്ന് പറയുന്നൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇതൊരു സ്കെയിലാർ പ്രൊഡക്റ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇ ഡോട്ട് ഡെൽറ്റ എസ്. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഗോസസ് ലോയിലേക്ക് വരാം. ഇതുപോലെ തന്നെ നമ്മളൊരു സ്പെറിക്കൽ ഷെല്ല് കൺസിഡർ ചെയ്യാണ്. ഒരു വലിയൊരു സ്പെറിക്കൽ ഷെല്ല് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആൻഡ് വി ആർ ഇമാജിൻ ദാറ്റ് ഇതിൻ്റെ നടുക്ക് എക്സാക്റ്റ് ഈ സ്പിയറിൻ്റെ സെൻറ്ററിൽ തന്നെ നമ്മളൊരു ചാർജിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്യൂ എന്ന് പറഞ്ഞ ചാർജിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു പോയിൻ്റ് ചാർജിനെ കൺസിഡർ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിലുള്ള ഒരു പോയിൻ്റ് പി എന്ന് പറയുന്നൊരു പോയിൻ്റ് എടുത്തു എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ സെയിം ഡിസ്റ്റൻസിലുള്ള, അതായത് ഇതിൻ്റെ റേഡിയസിൽ തന്നെ, റേഡിയസിൻ്റെ അതേ ഇതിലുള്ള ഒരു പോയിന്റ് ക്യൂ എന്ന് പറയുന്നൊരു പോയിന്റ് കൊടുത്തു. നമുക്കറിയാം, പോയിന്റ് ചാർജ് ആണെങ്കിൽ അതിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റും ക്യൂ എന്ന് പറയുന്ന പോയിന്റും ഈ സ്മോൾ ക്യൂ ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് മാറിയാണ്. സോ ക്യൂയിലെയും പിയിലെയും ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി ഈ സർഫസിൽ, ഈ സ്പിയറിൻ്റെ സർഫസിൽ നമ്മളൊരു സ്മോൾ സർഫസ് എലമെൻറ്റിനെ കൺസിഡർ ചെയ്യാണ്. ഒരു ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഒരു സ്മോൾ സർഫസ് എലമെൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്.
and we are trying to find the electric flux through the surface. ഏത് സർഫസ് ആണ്? ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ്. ഇതിൽ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഡെൽറ്റ എസ് എന്ന് പറയുന്നത് സ്മോൾ സർഫസ് എലമെൻ്റ് ആണ്. ഇനി നമുക്ക് ഈ എക്സ്പ്രഷൻ ഈ ഫുൾ ഈ സ്ഫിയറിലേക്ക് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞൊരു സ്മോൾ സർഫസ് എലമെൻ്റ് എടുത്തിരിക്കുന്നത്. ഇനി വോൾ സ്ഫിയറിലുള്ള ഫ്ലക്സ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് ടോട്ടൽ ഫ്ലക്സ്. ടോട്ടൽ ഫ്ലക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ഫൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എസ്. ഇവിടെ ഞാൻ എസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ഇനി നമുക്കറിയാം, നമ്മളൊരു സ്ഫിയർ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയക്കുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഒരു സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷനാണ് 4πr². സോ ആ ഇക്വേഷൻ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് 4πr² എന്ന് വരും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് 1/4πε0 q divided by r² into 4πr² എന്ന് വരും. ഇവിടെ നമുക്ക് കുറച്ച് കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്, നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇവിടെ 4π ഉണ്ട്, ഇവിടെ ഒരു 4π ഉണ്ട്, ഇവിടെ ഒരു r² ഉണ്ട്, ഇവിടെ ഒരു r² ഉണ്ട്. സോ ഈ ക്വാണ്ടിറ്റീസ് എല്ലാം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് q റിമൈനിങ് ആണ്. അതുപോലെ തന്നെ എന്ത് റിമൈനിങ് ആണ്? ε0 റിമൈനിങ് ആണ്. ബാക്കി 4π ക്യാൻസൽ ആയി പോകും, r² ക്യാൻസൽ ആയി പോകും. സോ our equation will become phi is equal to q divided by ε0. ഇതാണ് ഗോസസ് തിയറം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോസസ് ലോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ q എന്ന് പറയുന്ന ഒരു ചാർജിനെ ഒരു ക്ലോസ്ഡ് സർഫസിനുള്ളിൽ പ്ലേസ് ചെയ്താൽ ആ ക്ലോസ്ഡ് സർഫസിലുള്ള ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് q/ε0 ആണ്. ഇനി ഈ ഇക്വേഷനിലേക്ക് നോക്കൂ. ഈ നമ്മൾ കൺസിഡർ ചെയ്ത സ്പിയറിൻ്റെ റേഡിയസ് r എന്ന് പറയുന്നത് ഈ ഇക്വേഷനിലില്ല. അതായത് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത സ്പിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കൺസിഡർ ചെയ്യുന്ന സ്പിയർ എത്ര വലുതായാലും അതിലെ ഫ്ലക്സ് സെയിം ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് സ്പിയറാണ്. നമുക്കിവിടെ വേണമെങ്കിൽ ഒരു ക്യൂബ് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു പിരമിഡ് കൺസിഡർ ചെയ്യാം. നമ്മൾ ഏത് ക്ലോസ്ഡ് ഷേപ്പ് കൺസിഡർ ചെയ്താലും അതിലുള്ള ഫ്ലക്സ് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? അതിനുള്ളിലിരിക്കുന്ന ചാർജിനെയും ε0 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനുള്ളിലുള്ള ചാർജിനെ മാത്രമേ ഇലക്ട്രിക് ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഷേപ്പും ക്ലോസ് സർഫസിൻ്റെ ഷേപ്പും സൈസും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഗോസസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് the field through a closed surface is equal to q/ε0.